ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ബേക്കറീസിലൊക്കെ സാധാരണ വാങ്ങാൻ കിട്ടുന്ന മീറ്റ് റോൾ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ വീട്ടിൽ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂണോളം ഇളം ചൂട് പാൽ എടുത്തിട്ടുണ്ട്. ഇളം ചൂട് തന്നെ ആയിരിക്കണം കേട്ടോ, കൂടി പോകരുത്. ചൂട് കൂടി കഴിഞ്ഞാൽ ഈസ്റ്റ് പൊങ്ങില്ല. അപ്പോൾ ഇളം ചൂട് പാലിലേക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിത് മാറ്റി വെക്കാം, ഒന്ന് പൊങ്ങി വരാനായിട്ട്. അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് അളവിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് 8 മീറ്ററോളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ മൈദ അത്ര ഇഷ്ടമല്ലെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയും വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ഒരു ചപ്പാത്തി മാവിൻ്റെ ഡോയൊക്കെ പോലെ ആ രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം, എന്നാലേ നമ്മുടെ മീറ്റ് റോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്കൊരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് മൂടിയിട്ടോ നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ആദ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ച് വെച്ചതുണ്ട്. കറിവേപ്പിലയുണ്ട്. ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒന്ന് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇതൊരു 3/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് എല്ലൊക്കെ കളഞ്ഞ് ഒന്ന് കൈ കൊണ്ട് തന്നെ പീസാക്കി എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടല്ലേ വേവിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത സ്റ്റോക്കൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന മാവ് പൊങ്ങിയോ നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുള്ളൂ. നല്ല ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലീനാക്കി കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 8 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. ആദ്യം 2 പീസസ് ആയിട്ട് എടുത്തിട്ട് പിന്നെ അത് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 8 പീസസ് ആക്കിയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലുള്ളൊരു മീറ്റ് റോൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അത് വീണ്ടും 2 ആക്കും. ഇപ്പോൾ ഇത് 8 ബോൾസസ് ആക്കി ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തി നമ്മൾ കൈവച്ചിട്ട് തന്നെ പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ അധികം കട്ടി കുറച്ചിട്ട് പരത്തരുത്. കട്ടി കുറച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴും അധികം കൂടുതലായിട്ട് വെക്കരുത്. സൈഡ് പോർഷൻസൊക്കെ ഒഴിച്ചിട്ടിട്ട് വേണം വെക്കാനായിട്ട്. ഇനി ഇത് 2 സൈഡും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. വെള്ളം ഒന്ന് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കയ്യിലോട്ട് എടുത്തിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി റോളാക്കി കൊടുക്കണം. കൈ വെച്ചിട്ട് സോഫ്റ്റാക്കി ഉരുട്ടിയിട്ട് റോളാക്കി എടുക്കാം നമുക്ക്. ഞാനിപ്പോൾ അതുപോലെ 8 പീസസും അതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ്, ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് എടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഒരു പാനിലേക്ക്. സൺഫ്ലവർ ഓയിലാണിത്. ഇനി ഓയിൽ ഒരുവിധം ചൂടാവുന്നവരെ എന്ന് വെച്ചാൽ ഒരുപാട് ചൂടാവരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഉള്ളു വേവില്ല. അപ്പോൾ ഒന്നൊരു മീഡിയം ചൂടിൽ എടുക്കണം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് റോൾ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മാത്രം മറിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവേമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇപ്പോൾ മീറ്റ് റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ വൈകിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്